തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ 100 MBBS സീറ്റിൽ പ്രവേശനത്തിന് തത്വത്തിൽ കേന്ദ്രം അംഗീകാരം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. അടുത്ത അധ്യയന വർഷത്തേക്കാണ് അംഗീകാരം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ കോളേജിന് അനുമതി നൽകാറില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച്, അതായത് ഇത് 2015 അംഗീകാരം കിട്ടിയ കോളേജാണ്. അന്ന് 100 സീറ്റ് അനുവദിച്ചിരുന്നു. പിന്നീട് വന്ന സർക്കാരാണ് അത് ഏകപക്ഷീയമായിട്ട് അടച്ചുപൂട്ടിയത്. ആ സാഹചര്യത്തിൽ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കാമെന്നും 2027 ഫെബ്രുവരിയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും സാങ്ഷൻ തരാം എന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ MPമാരും എയിംസിൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സും അതും വളരെയധികം, കാരണം ഇന്ന സ്ഥലം വേണമെന്ന് ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല. 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സനീറ്റ ഉണ്ട് വിവരങ്ങളുമായിട്ട്. സനീറ്റ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കാം? തീർച്ചയായിട്ടും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ഏറെ വിവാദം അല്ലെങ്കിൽ വലിയ ചർച്ചയായ വിഷയം തന്നെയായിരുന്നു ഇത്തരത്തിൽ കേരളത്തിലേക്ക് എയിംസ് വരുമോ എന്നുള്ള കാര്യം. അതിൽ വലിയ രാഷ്ട്രീയ വാദങ്ങൾ അല്ലെങ്കിൽ സംവാദങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉറപ്പു നൽകുന്നത് ഈ വർഷം തന്നെ കേരളത്തിൽ എയിംസ് അനുവദിക്കുമെന്ന് തന്നെയാണ്. അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു ഉറപ്പ് കിട്ടി എന്ന് കൂടി തന്നെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. വളരെ മികച്ച ഒരു ചർച്ചയായിരുന്നു ഡൽഹിയിൽ നടന്നത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രധാനമായും എയിംസ് എവിടെയാണ് വരേണ്ടതെന്നുള്ള ചില ശുപാർശകൾ ഇത്തരത്തിൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് അവർ അതിന് സ്ഥലത്തിന്റെ പരിമിതികൾ എല്ലാം നോക്കിക്കണ്ട് തന്നെ അത്തരത്തിൽ അവരായിരിക്കും അതിലൊരു തീരുമാനം എടുക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത്, അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റിന് അനുമതി നൽകാനും കേന്ദ്രം ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചു എന്നുള്ള സുപ്രധാന വിവരം കൂടി മുരളീധരൻ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പഠനം ആരംഭിക്കാൻ കഴിയാത്ത പോയത് അനാസ്ഥയാണെന്നും കേന്ദ്രം പറഞ്ഞതായി മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ 2 സുപ്രധാന തീരുമാനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. ശരി സനീറ്റ.